ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ ഗ്ലോബലി സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തന്നെ ഒരു ബെറ്റർ ക്ലോസിംഗ് ആണ് നടത്തിയിട്ടുള്ളത്. അമേരിക്കൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് മാത്രമാണ് ഫ്ലാറ്റ് ക്ലോസിംഗ് നടത്തിയിട്ടുള്ളത്. അതേസമയം മറ്റ് ഇൻഡെക്സുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പുതിയ 4 ഇയർ ഹൈയിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. US ഫെഡ് ഈ മാസം അവസാനം നടക്കുന്ന മീറ്റിങ്ങിൽ 0.25% നിരക്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് കൂടുതൽ ലഭിക്കാൻ പോകുന്നത് സ്മോൾ ക്യാപ്പ് കമ്പനികൾക്കാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് അമേരിക്കയിൽ റസൽ 2000 സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിൽ കാണുന്നത്. ഇന്നലെ അമേരിക്കയിൽ മോർഗൻ സ്റ്റാൻലി, ബാങ്ക് ഓഫ് അമേരിക്ക ഇത്തരത്തിലുള്ള ബാങ്കുകളുടെ Q3 റിസൾട്ടുകളും അനൗൺസ് ചെയ്തിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് ഈ റിസൾട്ടുകളെല്ലാം തന്നെ. അതോടൊപ്പം തന്നെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റുകളും ഇന്നലെ ബെറ്റർ ആയിരുന്നു. ഇന്ത്യൻ മാർക്കറ്റും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡും സിൽവറും തന്നെയാണ് ഇന്നലെയും ഇന്നൊക്കെ താരം. ഗോൾഡ് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് മോർണിംഗിൽ $4237.4 പെർ ഔൺസ് ആണ്. ഇന്ന് രാവിലെ 8:25 ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. അതേസമയം സിൽവറും ബെറ്റർ ആയിട്ട് തന്നെയാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. $53.3 പെർ ഔൺസ് ആണ് സ്പോട്ട് സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഒപ്പം മറ്റ് കമ്മോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ ബ്രണ്ട് ക്രൂഡ് ഓയിൽ വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $62.39 പെർ ബാരലിനാണ്. കോപ്പർ, അലുമിനിയം, സിങ്ക് മറ്റു കമ്മോഡിറ്റികളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഇന്ത്യൻ റുപ്പി ഇന്നലെ ലോവർ ലെവലിൽ നിന്ന് നല്ല രീതിയിൽ റിക്കവറിയാണ് നടത്തിയിട്ടുള്ളത്. 88.06 രൂപ പെർ ഡോളറിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. RBIയുടെ ഇൻ്റർവെൻഷനാണ്. RBI പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഇത്തരത്തിൽ റുപ്പി വലിയ രീതിയിൽ ഫാൾ ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇൻ്റർവീൻ ചെയ്യുന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. തീർച്ചയായിട്ടും റുപ്പീനെ സംബന്ധിച്ച് സ്ലൈറ്റ് പോസിറ്റീവ് ന്യൂസാണത്. അതോടൊപ്പം തന്നെ ട്രംപ് ഇന്ന് മോർണിംഗിലൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങില്ല എന്നുള്ള അഷുറൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം. തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് സ്റ്റേറ്റ്മെൻ്റ് ഒന്നുമല്ല. അതേസമയം ഇന്ത്യ US ട്രേഡ് ടോക്ക് നടക്കുകയാണ്. നല്ല രീതിയിലുള്ളൊരു സെറ്റിൽമെൻ്റ് ആയിരിക്കും ഈ ട്രേഡ് ടോക്കിൻ്റെ അവസാനം ഉണ്ടാവാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇന്നലെ നമ്മൾ Q2 റിസൾട്ട് അനൗൺസ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ HDFC AMC റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ് ഓൾമോസ്റ്റ് എല്ലാ Q2 റിസൾട്ടുകളും ഇന്നലെ അനൗൺസ് ചെയ്തിട്ടുള്ള. HDFC AMC 1:1 ബോണസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ MRPLും അതുപോലെ തന്നെ തമാക്കിയുമാണ് ഏറ്റവും നല്ല റിസൾട്ടുകൾ ഇന്നലെ പുറത്തു വിട്ടിരിക്കുന്നത്. ഈ സ്റ്റോക്കുകളിൽ ഒരു പക്ഷേ പോസിറ്റീവ് റിയാക്ഷൻ കാണാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്ന കമ്പനികൾ, മേജർ കമ്പനികൾ ഇൻഫോസിസ് ഉണ്ട്, എറ്റേണൽ ഉണ്ട്, ജിയോ ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ട്, LNT മൈൻട്രി ഉണ്ട്, വാരി എനർജീസ് ഉണ്ട്, സി എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്, JSW ഇൻഫ്ര ഇത്തരത്തിലുള്ള കമ്പനികളാണ് ഇന്ന് Q2 റിസൾട്ടുകൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. റിസൾട്ടുകൾക്ക് അനുസരിച്ചുള്ളൊരു മൊമെൻറ്റം നമുക്ക് ഈ സ്റ്റോക്കുകളിലൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡിന് CMA CGM എന്ന് പറയുന്ന ഫ്രാൻസിലത്തെ കമ്പനിയിൽ നിന്ന് ലോകത്തിലെ 3ാമത്തെ ലാർജസ്റ്റ് കണ്ടെയ്നർ ഷിപ്പിംഗ് കമ്പനിയാണ്. 6 ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഓർഡർ കൊച്ചിൻ ഷിപ്പ് യാർഡിന് ലഭിക്കുന്നത്. കമേഴ്സ്യൽ ഷിപ്പുകളാണ്. കമേഴ്സ്യൽ ഷിപ്പ് മേക്കിംഗ് രംഗത്ത് കൊച്ചിൻ ഷിപ്പ് യാർഡും അതുപോലെ തന്നെ മസഗൺ ഡോക്കൊക്കെയാണ് വലിയ പ്രൊജക്റ്റുകളായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഈ കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഭാരത് അലുമിനിയം കമ്പനി വേദാന്തയുടെ സബ്സിഡിയറിയാണ് കപ്പാസിറ്റി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഈ കപ്പാസിറ്റി എൻഹാൻസ്മെൻറ്റിന് ശേഷം ടോട്ടൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 1 മില്യൺ ടൺ പെർ ആനം അലുമിനിയായിട്ട് മാറിയിരിക്കുകയാണ്.
തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. വേദാന്തനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ 20% അലുമിനിയം നീഡ്സും ഇപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബാൽക്കോ ആണ്. അപ്പോൾ വേദാന്തനെ സംബന്ധിച്ച് ഈ ബാൽക്കോ 1 മില്യൺ ടൺ പെർ ആനം ക്ലബിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഗ്ലോബലി വളരെ ചുരുക്കം ചില കമ്പനികൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ള കമ്പനികൾ. വേദാന്തനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ബിസിനസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അഡാനി ഗ്രീൻ എക്സലൻ്റ് പെർഫോമൻസ് ആണ്. അഡാനി ഗ്രീനിൻ്റെ പ്രൊജക്റ്റ് കമ്മീഷനിങ്ങിലും അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസിലും. ജ്യോതി സ്ട്രക്ചേഴ്സ് 288.4 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. KEC ഇൻ്റർനാഷണൽ 1038 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഓർഡർ ബുക്ക് ഇപ്പോൾ 16,000 കോടി രൂപയാണ് KEC ഇൻ്റർനാഷണലിൻ്റെ. ഇന്നലെ ബാഗ് ചെയ്തിട്ടുള്ള സൗദി അറേബ്യയിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ ഭാരത് ഇലക്ട്രോണിക്സിന് അഡീഷണൽ ആയിട്ട് 592 കോടി രൂപ ഓർഡർ കൂടി സെപ്റ്റംബറിൽ ലഭിച്ചിട്ടുണ്ട്. കവച് ഇംപ്ലിമെൻറ്റേഷൻ അടക്കമുണ്ട് ഈ ഓർഡറുകളിലെല്ലാം തന്നെ ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കെയ്ൻസ് ടെക്നോളജിയുടെ കെയ്ൻസ് സെമിക്കോൺ ഗുജറാത്തിലെ സനന്ദിൽ നിന്ന് ഇന്ത്യയിലത്തെ ഫസ്റ്റ് കമേഴ്ഷ്യലി പ്രൊഡ്യൂസ്ഡ് മൾട്ടി ചിപ്പ് മോഡ്യൂള് പ്രൊഡ്യൂസ് ചെയ്ത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. ഇന്ത്യൻ സെമി കണ്ടക്ടറിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കെയ്ൻസ് ടെക്നോളജിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. RBL ബാങ്ക് ഒക്ടോബർ 18 ബോർഡ് മീറ്റിംഗ് വരുന്ന ഫണ്ട് റേസിംഗ് ആണ്. മിക്കവാറും എമിറേറ്റ്സ് NBDക്ക് സ്റ്റേക്ക് കൊടുക്കാനുള്ള ഒരു അനൗൺസ്മെൻറ്റും ഇതിലുണ്ടായേക്കാം. മൊത്തം ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതായിരിക്കും. MTAR ടെക്നോളജി 67 കോടി രൂപ ഓർഡർ എക്സിസ്റ്റിംഗ് കസ്റ്റമറിൽ നിന്ന് ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. ഹീറോ മോട്ടോ കോർപ്പ് സ്പെയിനിലേക്കും കൂടി എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ 50 ഓവർസീസ് കൺട്രികളിലാണ് ഹീറോ മോട്ടോ കോർപ്പിന് പ്രസൻസ് ഉള്ളത്. ധാരാളം എക്സ്പോർട്ട്സൊക്കെ ഈ 50 രാജ്യങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. പോസിറ്റീവ് ന്യൂസാണ്. കെയർ ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ബസ് AC പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രാജസ്ഥാനിൽ നിന്ന്. പോസിറ്റീവ് ന്യൂസാണ്. ആൾക്കാർഗോ ലോജിസ്റ്റിക്സിൻ്റെ റീസ്ട്രക്ചറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡീമർജറും കൂടിയുണ്ട്. ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഗ്ലോബൽ ഡിവിഷൻ ഡീമർജ് ചെയ്യാണ്. ഒപ്പം ആൾക്കാർക്കോ ഗതിയും കൂടി ഇതിൽ മെർജ് ചെയ്യാണ്. 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്കോ ലോജിസ്റ്റിക്സ് ഷെയർ ഹോൾഡേഴ്സിന് 100 ഷെയർ ആൾക്കാർക്കോ ഗ്ലോബലിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടും, ഡീമർജ് ചെയ്ത് കിട്ടും. അതുപോലെ തന്നെ ആൾക്കാർക്കോ ഗതി ലിമിറ്റഡ് 100 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സിന് 630 ആൾക്കാർക്കോ ലോജിസ്റ്റിക്സിൻ്റെ ഷെയറും ലഭിക്കും. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഡിമർജറാണ് ആൾക്കാർക്കോ ഗ്രൂപ്പിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ മുമ്പത്തെ ഡിമർജറും അതുപോലെ തന്നെ ടോട്ടൽ വാല്യൂ ഒക്കെ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാലും ഈ റീസ്ട്രക്ചറിന് ശേഷം ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 68.64 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ടുകൾ 4650.08 crore വർത്ത് സ്റ്റോക്കുകളും വാങ്ങിയിട്ടുണ്ട്. 2 കാറ്റഗറി ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്നലെ ബയേഴ്സാണ്. പവർ മെക് പ്രൊജക്റ്റിന് 2500 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് പവർ മെക്കിനെ സംബന്ധിച്ച്. വന്ദേ ഭാരത് 3 വേർഷനാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. റെയിൽവേ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് അടുത്ത 18 മാസത്തിനുള്ളിൽ വന്ദേ ഭാരത് 4 വേർഷൻ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. സ്പീഡ് 350 km/h ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. പ്രത്യേകിച്ച് വന്ദേ ഭാരത് ട്രെയിനുകൾ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്. ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം അതുപോലെ തന്നെ BEML ഈ കമ്പനികളെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ. സിറ്റാഡൽ സെക്യൂരിറ്റീസ് ആണ് ജാനേ സ്ട്രീറ്റ് കഴിഞ്ഞാൽ ഗ്ലോബലി ഏറ്റവും വലിയ ട്രേഡിംഗ് ഫേം അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി ട്രേഡിംഗ് ഫേം. അതുപോലെ തന്നെ സിറ്റാഡൽ ക്ലയൻസിനും കൂടി സർവീസ് കൊടുക്കുന്നുണ്ട്. സിറ്റാഡലിൻ്റെ ഫൗണ്ടർ പറഞ്ഞിരിക്കുന്നത് ജനറേറ്റീവ് AI റിസർച്ച് കൊണ്ട് കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആൽഫ ക്രിയേഷന് ജനറേറ്റീവ് AIയുടെ പ്രെഡിക്ഷൻസ് ഒന്നും തന്നെ ബെനിഫിറ്റ് ആയിരുന്നില്ല
ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് 3 വർഷത്തെ യൂസിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. സിസ്റ്റം വളരെ റിലയബിൾ ആയിട്ടുള്ള ഒരു ഫിഗറാണ് സിറ്റാഡൽ സെക്യൂരിറ്റീസിൻ്റെ കെൻ ഗ്രിഫിൻ എന്ന് പറയുന്ന ആളത് സിറ്റാഡലിൻ്റെ ഫൗണ്ടറാണ്. ജനറേറ്റീവ് AI 2022 നവംബറിൽ ലോഞ്ച് ചെയ്തതിന് ശേഷമുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഞാനും ആദ്യമായിട്ട് ജനറേറ്റീവ് AI ഇൻവെസ്റ്റ്മെൻറ്റ് സെമിനാറൊക്കെ ഏറ്റവും മുമ്പ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം ധാരാളം ജനറേറ്റീവ് AI ടൂളുകളൊക്കെ വാച്ച് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെയും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ബ്രെയിനിനടുത്തൊന്നും തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആൽഫ ജനറേഷനിൽ ജനറേറ്റീവ് AI ടൂളുകൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. മറിച്ച് ഓർഡർ എക്സിക്യൂഷൻ, അതുപോലെ തന്നെ അൽഗോ ട്രേഡിങ്ങിലുള്ള സ്പീഡ് അല്ലെങ്കിൽ എക്സിക്യൂഷനൊക്കെ ഇത് ജനറേറ്റീവ് AI ടൂളുകൾ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു സ്റ്റോക്ക് സ്പോട്ട് ചെയ്യാനും അതുപോലെ തന്നെ ആ സ്റ്റോക്ക് ഏത് സ്റ്റോക്കിലാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്താനായിട്ട് ജനറേറ്റീവ് AI ടൂളുകൾ കാര്യമായിട്ടുള്ള ഹെൽപ്പൊന്നും നൽകുന്നില്ല. മറിച്ച് അത് ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു അനാലിസിസ് തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിലെയും ഇന്നും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, കെൻ ഗ്രിഫിൻ സിറ്റാഡലിൻ്റെ ഫൗണ്ടർ വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ ജനറേറ്റീവ് AI ടൂളുകൾ യൂസ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെ ഈ ടൂളുകൾ റിസർച്ച് റിപ്പോർട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. അതേസമയം ലോജിക്കൽ ഡിസിഷൻ വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലോജിക്കൽ ഡിസിഷൻസ് തന്നെയാണ് ഇതുവരെയും സക്സസ് ആയിരുന്നിട്ടുള്ളത്, ബെറ്റർ ദാൻ ജനറേറ്റീവ് AI ടൂളുകളെക്കാളും. അതുകൊണ്ട് ഈ ന്യൂസ് ഒന്ന് മനസ്സിൽ വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ബെറ്റർ ഓപ്പണിങ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗോൾഡും സിൽവറും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് ന്യൂസ് ലോസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. $5000 2026 ഡിസംബറിലേക്ക് ഓൾമോസ്റ്റ് എല്ലാ അനലിസ്റ്റുകളും റിസർച്ച് ഹൗസസും ഗോൾഡിൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സിൽവറിൻ്റെ ടാർഗറ്റ് $65 പെർ ഔൺസ് ആണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. $4238 പെർ ഔൺസിനും അതുപോലെ തന്നെ സിൽവർ ട്രേഡ് ചെയ്യുന്നത് $53.3 പെർ ഔൺസിനൊക്കെയാണ്. അപ്പോൾ ഈ രണ്ട് കമ്മോഡിറ്റികളും വീണ്ടും മുന്നേറിയേക്കാം. ഒപ്പം കോപ്പർ വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.